ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന 10.25 സെൻറ്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 2 വർഷം പഴക്കമുള്ള ഒരു വീടുമായാണ് ഇന്ന് ഗോൾഡൻ പ്രോപ്പർട്ടീസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. 12 മീറ്ററോളം വീതി വരുന്ന റോഡിന് മുന്നിലായാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് ഏരിയയിൽ കൂടിയാണ് ഈ വീട് നിൽക്കുന്നത്. ചുറ്റും 2 ഭാഗത്തും ഈ വീടിന് റോഡ് വരുന്നുണ്ട്. ഈ ഭാഗത്തും റോഡ് അത്യാവശ്യം വീതിയുള്ള റോഡ് തന്നെയാണ്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 1 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ ദൂരത്തായാണ് നിൽക്കുന്നത്. ഈ വീട് 10.25 സെൻറ്റ് സ്ഥലത്ത് ഒറിജിനൽ ലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ്. ചെറിയൊരു ബാധ്യത മൂലം മാത്രം വിൽക്കപ്പെടുന്ന ഒരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല വീടുകളുള്ളൊരു ഏരിയ തന്നെയാണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ ഫെസിലിറ്റിയും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സ്വന്തം താമസിക്കുന്നതിന് വേണ്ടി വീടിൻ്റെ ഉടമസ്ഥൻ പണിതിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10.25 സെൻറ്റ് സ്ഥലം നീളത്തിൽ വരുന്നത് കൊണ്ട് തന്നെ വീടിൻ്റെ സൈഡിലൂടെ മറ്റൊരു വഴി ലഭിക്കുന്നത് കൊണ്ട് തന്നെ 2 പാർട്ടീഷനായിട്ട് തിരിക്കാവുന്ന ലാൻഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 സൈഡിലേക്കും വഴി ലഭിക്കുന്നത് കൊണ്ട് 2 വീട് വയ്ക്കാവുന്ന ഒരു പ്രൊവിഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. 2 വർഷം പഴക്കം മാത്രമേ ഈ വീടിന് വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റിയിൽ തന്നെ പണിതിട്ടുള്ളൊരു വീടാണ്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനത്തോടു കൂടിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കിണർ താത്തിയിട്ടില്ല. ഓൾറെഡി കിണർ താത്തി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുടിവെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി പൈപ്പ് കണക്ഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫ്രണ്ടിൽ നമുക്ക് കാണാം നല്ലൊരു കണ്ടംപററി സ്റ്റൈലിൽ പണിതിട്ടുള്ള വീടാണ്. മനോഹരമായ വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് കാണാം. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ഡോറിൻ്റെയും വീടിൻ്റെയും ദർശനം വരുന്നത്. സിറ്റ് ഔട്ടിലെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തേക്ക് തടിയിലാണ് ഫ്രണ്ടിലെ ഡോറും ജനലുകളെല്ലാം പണിതിട്ടുള്ളത്. ചട്ടം ആഞ്ഞിലിയിലുമാണ്. അങ്ങനെ വലിപ്പമുള്ള ഒരു ലിവിംഗ് ഹോളാണ് ഇവിടെ ലഭിക്കുന്നത്. 16 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന വലിപ്പമുള്ള ഒരു ലിവിംഗ് ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ലിവിംഗ് ഹോളിൽ നിന്നും തൊട്ടടുത്ത് തന്നെയായി ഡൈനിങ് ഹോളിലേക്ക് നമുക്ക് നോക്കാം. ഡൈനിങ് ഹോൾ വരുന്നത് ഈ ഒരു സ്പേസിലായിട്ടാണ്. വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ ഒരു ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട്. മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഡൈനിങ് ഹോളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കോർണറിലായി ഒരു വാഷ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഹോളിലേക്ക് ഡയറക്റ്റ് ഫുഡ് സെർവ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൻ്റെ ക്രമീകരണം. അവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വയലറ്റും വൈറ്റ് കളറിലും കോമ്പിനേഷനിൽ വരുന്ന കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമായി തന്നെയാണ് കിച്ചൻ്റെയും നിർമ്മാണം. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. അടിയിലെല്ലാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്ക് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. 2 ബെഡ്റൂമോട് കൂടി വരുന്ന ഒരു വീടാണ്. ഈ ബെഡ്റൂമിന് ഏകദേശം 16 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ബെഡ്റൂമോട് കൂടി വരുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടാണ്. അങ്ങനെ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സെറ ബ്രാൻഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുള്ള 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. 14 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമിനും മനോഹരമായി തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് കിച്ചൻ്റെ പുറത്തായി വർക്ക് ഏരിയ സ്പേസും ഒരു കോമൺ ബാത്റൂം ഇന്ത്യൻ ക്ലോസറ്റോട് കൂടി നിർമ്മിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. 10.25 സെൻറ്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റോട് കൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 60 ലക്ഷം രൂപയാണ്. കൂടാതെ ഈ വീട് നമുക്ക് 6 സെൻറ്റ് സ്ഥലവും വീടായിട്ടും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ റേറ്റ് വരുന്നത് 45 ലക്ഷം രൂപയാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.